ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മാത്ത് പ്രൊഡിജി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജോമെട്രി ആൻഡ് ട്രിഗണോമെട്രിയിലെ DPP 13 ആണ്. RMO 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ലെറ്റ് ABC be an acute angle triangle, AD be the bisector of angle BAC with D on BC and BE be the altitude from B on AC. Show that angle CED greater than 45 degree. നമുക്ക് പറഞ്ഞ പോലെ ഫിഗർ വരക്കാം. ABC ഒരു അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതാണ് ABC, കറസ്പോണ്ടിങ് സൈഡ് ABC. ഇനി AD ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ BAC. ആംഗിൾ BAC ഇതാണ്. അപ്പോൾ അതിൻ്റെ ബൈസെക്ടർ ആണ് AD. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് BE be the altitude from B on AC. Altitude ആണ്. സോ 90 ഡിഗ്രി. ദിസ് ഇസ് BE. അപ്പോൾ ഇതാണ് നമ്മുടെ E. ഓക്കെ, ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ദെൻ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് CED ഏതാണ് ആംഗിൾ? അപ്പോൾ CED ജോയിൻ ചെയ്യണം ഈ ആംഗിൾ തീറ്റ. അപ്പോൾ അത് ലെറ്റ് ആംഗിൾ CED ഈക്വൽ ടു തീറ്റ. ആ തീറ്റ ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ആംഗിൾ ബൈസെക്ടർ ഉണ്ടല്ലോ. ഏതാണ് ആംഗിൾ ബൈസെക്ടർ? AD ഒരു ആംഗിൾ ബൈസെക്ടർ ആണല്ലോ. ആംഗിൾ ബൈസെക്ടർ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈഡിനെ നമ്മുടെ ഈ സൈഡ്സിൻ്റെ റേഷ്യോയിൽ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഇവിടെ BD CD അതിനെ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യും? ആസ് AD ഈസ് ദി ആംഗിൾ ബൈസെക്ടർ. അത് ആംഗിൾ ബൈസെക്ടർ ആയതുകൊണ്ട് BD by CD ഈസ് ഈക്വൽ ടു C/B. BD by CB ഈക്വൽ ടു C/B. അപ്പം അങ്ങനെയാണെങ്കിൽ CD എന്താവും? CD വിൽ ബി ഈ എയുടെ B/B+C ടൈംസ് ആവില്ലേ? CD ഈക്വൽ ടു B/B+C ടൈംസ് ഓഫ് A. CD എന്താവും? BA/B+C ആവും. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഏതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? ട്രയാങ്കിൾ ABE റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. ട്രയാങ്കിൾ ABE റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. പിന്നെ ട്രയാങ്കിൾ BECയും റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ സൈഡ് A ആണല്ലോ. ഫ്രം ട്രയാങ്കിൾ BEC, ഫ്രം റൈറ്റ് ട്രയാങ്കിൾ BEC നമുക്ക് CE ഈക്വൽ ടു A cos C എന്ന് എഴുതിക്കൂടെ? അതായത് ഇതാണ് ആംഗിൾ C, ഹൈപ്പോട്ന്യൂസ് A. അപ്പോൾ CE ഈക്വൽ ടു A cos C എന്ന് എഴുതാം. CE ഈക്വൽ ടു A cos C. ഇനി അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് CE ഈക്വൽ ടു A cos C ആയി. അപ്പോൾ നമ്മളിപ്പോൾ ട്രയാങ്കിൾ CDE നോക്കുകയാണെങ്കിൽ അതിലെ രണ്ട് സൈഡ്സ് ഇപ്പോൾ അറിയാം. ഏതൊക്കെ അറിയാം? CD എന്ന് പറഞ്ഞ സൈഡും അറിയാം, CE എന്ന് പറഞ്ഞ സൈഡും അറിയാം. പിന്നെ ആ ട്രയാങ്കിളിലാണ് തീറ്റ ഉള്ളതും. സോ നമുക്ക് ആ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ CDE അല്ലെങ്കിൽ CED. കൺസിഡർ ട്രയാങ്കിൾ CED അപ്ലൈയിങ് സൈൻ റൂൾ. അതിൽ നമുക്ക് രണ്ട് ആംഗിൾ അറിയാലോ. അപ്പോൾ അപ്ലൈയിങ് സൈൻ റൂൾ അപ്ലൈ ചെയ്താൽ തീറ്റക്ക് ഓപ്പോസിറ്റ് CD. അപ്പോൾ CD ബൈ സൈൻ തീറ്റ. പിന്നെ നമുക്ക് അറിയുന്ന ആംഗിള് ഈ CE ആണ്. CEൻ്റെ ഓപ്പോസിറ്റ് അറിയുന്ന ആംഗിൾ C ആണ്. ആംഗിൾ Cൻ്റെ ഓപ്പോസിറ്റ്, പക്ഷെ നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് CE സൈഡാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ CEൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് ആംഗിൾ CDE. ഇനി ആംഗിൾ CDE നമുക്ക് വേണം. ആംഗിൾ CDE എന്ന് പറഞ്ഞാൽ 180 മൈനസ് C+ തീറ്റ അല്ലേ? 180 മൈനസ് C+ തീറ്റയാണ്. അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ CDE എന്താവും? സൈൻ ഓഫ് C+ തീറ്റ.
ഈക്വൽ ടു സൈൻ ഓഫ് സി പ്ലസ് തീറ്റ. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ സി ഡി ബൈ സൈൻ തീറ്റ ഈക്വൽ ടു സിഇ ബൈ സൈൻ ഓഫ് സി പ്ലസ് തീറ്റ. ഇനി സി ഡി എന്ന് പറഞ്ഞാൽ എ ബി ബൈ ബി പ്ലസ് സി ആണ്. എ ബി ബൈ ബി പ്ലസ് സി സൈൻ തീറ്റ. സിഇ എന്തായിരുന്നു? സിഇ എ കോസ് സി. സിഇ ഈക്വൽ ടു എ കോസ് സി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് സി പ്ലസ് തീറ്റ. എ ക്യാൻസൽ ചെയ്യാം, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ബി ഇൻറ്റു സൈൻ ഓഫ് സി പ്ലസ് തീറ്റ ഈക്വൽ ടു കോസ് സി ഇൻറ്റു ബി പ്ലസ് സി ഇൻറ്റു സൈൻ തീറ്റ. ഇപ്പോൾ ബി ഇൻറ്റു സൈൻ ഓഫ് സി പ്ലസ് തീറ്റ സൈൻ സി കോസ് തീറ്റ പ്ലസ് കോസ് സി സൈൻ തീറ്റ ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഓരോ ടേംസ് ആയി എഴുതുകയാണെങ്കിൽ ബീൻ്റെ കൂടെ കോസ് സി സൈൻ തീറ്റ, സീൻ്റെ കൂടെയും ഇതേ കോസ് സി സൈൻ തീറ്റ. ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സൈൻ സി, ബീൻ്റെ കൂടെ സൈൻ സി കോസ് തീറ്റ, ബീൻ്റെ കൂടെ കോസ് സി സൈൻ തീറ്റ, ബീൻ്റെ കൂടെ കോസ് സി സൈൻ തീറ്റ, സീൻ്റെ കൂടെ കോസ് സി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്യാൻ ഇത് ക്യാൻസൽ ചെയ്യും, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ബി സൈൻ സി കോസ് തീറ്റ ഈക്വൽ ടു സി കോസ് സി സൈൻ തീറ്റ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടാൻ തീറ്റ കാണാം ഈക്വൽ ടു ബി ബൈ സി. ടാൻ തീറ്റ ഈക്വൽ ടു ബി ബൈ സി സൈൻ സി ബൈ കോസ് സി ഇങ്ങനെ കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു ബി ബൈ സി സൈൻ സി ബൈ കോസ് സി. ഇവിടെ വരെ നമ്മൾ എത്തി. നമുക്ക് വേണ്ടത് ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി. ഇതാണ് തീറ്റ. ആ തീറ്റ ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആ തീറ്റൻ്റെ കറസ്പോണ്ടിങ് ടാൻ വാല്യൂ ഇപ്പം കിട്ടി. ടാൻ തീറ്റ ഈക്വൽ ടു ബി ബൈ സി സൈൻ സി ബൈ കോസ് സി, ബി ബൈ സി സൈൻ സി ബൈ കോസ് സി ഇങ്ങനെ കിട്ടി. ഈ തീറ്റ ഗ്രേറ്റർ ദാൻ 45 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എന്ത് പ്രൂവ് ചെയ്താൽ മതി? ടാൻ തീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇനി ടാൻ തീറ്റ എങ്ങനെ ഗ്രേറ്റർ ദാൻ 1 ആക്കും? അപ്പോൾ ടാൻ തീറ്റ ഗ്രേറ്റർ ദാൻ 1 ആക്കാൻ നമുക്ക് ഇത് നമ്മുടെ ഒറിജിനൽ ട്രയാങ്കിൾ എ ബി സി ഉണ്ടല്ലോ, അതിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടൂലേ? ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി എന്ന് കിട്ടൂലേ? അപ്പോൾ ബി ബൈ സി സൈൻ സി എന്താ? സൈൻ ബി ആണ്. ഇത് നമ്മൾ ഒറിജിനൽ ട്രയാങ്കിളിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ അത് നമ്മൾ ബി ബൈ സി സൈൻ സിക്ക് പകരം സൈൻ ബി കൊടുക്കുന്നു. സൈൻ ബി ബൈ കോസ് സി. ഇനി കോസ് സിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് സി. കോസ് സിക്ക് പകരം സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് സി. ഇനി നമുക്ക് കമ്പയർ ചെയ്താൽ മതി. ഇപ്പം മേലെയും താഴെയും സൈനായി. മേലെ സൈൻ ബിയും സൈൻ ഓഫ് പൈ ബൈ 2 മൈനസ് സിയും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ടാൻ തീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് ഈ ഫ്രാക്ഷൻ ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ന്യൂമറേറ്റർ ഗ്രേറ്റർ ദാൻ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ ഒരു ആംഗിളിൻ്റെ സൈൻ, ഡിനോമിനേറ്റർ വേറെ ഒരു ആംഗിളിൻ്റെ സൈൻ ഇൻക്രീസിങ് ആണ്. പിന്നെ ഇത് 180ൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്ക് ആ മേലെയുള്ള ആംഗിൾ താഴെയുള്ള ആംഗിളിനേക്കാൾ വലുതാണെന്ന് പ്രൂവ് ചെയ്താൽ മതി. മേലെയുള്ള ബി എന്ന് പറയുന്ന ആംഗിൾ താഴെയുള്ള പൈ ബൈ 2 മൈനസ് സിനേക്കാൾ വലുതാണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. അപ്പോൾ നമ്മൾ അത് എ ബി സി ട്രയാങ്കിൾ ആംഗിൾസ് ആണിത്. അപ്പോൾ നമ്മൾ എ ബി സി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. എ ബി സി ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അത് നമുക്കറിയാലോ. എ ബി സി ഈസ് ആൻ അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ. അത് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് എല്ലാ ആംഗിൾസും എന്തായിരിക്കും? ലെസ് ദാൻ പൈ ബൈ 2 ആയിരിക്കും. സോ എ ലെസ് ദാൻ പൈ ബൈ 2. എ ലെസ് ദാൻ പൈ ബൈ 2 ആണ്. ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? 180 മൈനസ് ബി പ്ലസ് സി ആണ്. 180 എന്ന് പറഞ്ഞാൽ പൈ മൈനസ് ബി പ്ലസ് സി ആണ് ലെസ് ദാൻ പൈ ബൈ 2.
അപ്പോൾ π/2 അപ്പുറത്തേക്ക് എടുത്താൽ π/2 ലെസ് ദാൻ ബി പ്ലസ് സി. π/2 ലെസ് ദാൻ ബി പ്ലസ് സി അല്ലേ? അപ്പോൾ π/2 മൈനസ് സി ലെസ് ദാൻ ബി. π/2 മൈനസ് സി ലെസ് ദാൻ ബി. അപ്പോൾ ബി ആണ് വലുത്. ബി ആണ് π/2 മൈനസ് സിയേക്കാൾ വലുത്. വിച്ച് ഇംപ്ലൈസ്, അതിനർത്ഥം സൈൻ ബി ഗ്രേറ്റർ ദാൻ സൈൻ ഓഫ് π/2 മൈനസ് സി. അപ്പോ സൈൻ ബി ബൈ സൈൻ ഓഫ് π/2 മൈനസ് സി ഗ്രേറ്റർ ദാൻ 1. ഇത് ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഗ്രേറ്റർ ദാൻ 1. സോ തീറ്റ ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി. ഈ തീറ്റ എന്തായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ആംഗിൾ സി ഇ ഡി. ആംഗിൾ സി ഇ ഡി ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി. ആംഗിൾ സി ഇ ഡി അല്ല പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്, ആംഗിൾ സി ഐ ഡി. തസ് ആംഗിൾ സി ഇ ഡി ഗ്രേറ്റർ ദാൻ 45 ഡിഗ്രി എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ട്രിഗണോമെട്രിയിലെ സൈൻ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് പ്രൂവ് ചെയ്തത്. ഒരു പ്രോപ്പർ സൈൻ റൂളൊക്കെ വെച്ചിട്ടുള്ള ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ. താങ്ക് യു.